ഒരാൾ മരിച്ചതിന്റെ രാവിലെ ഖബറിനൊരു രൂപം, ഉച്ചയാകുമ്പോ വീണ്ടും ആ ഖബർ ഉയർന്നു, വൈകുന്നേരമാകുമ്പോ ചുറ്റും ബാരിക്കേഡ് വന്നു. അടുത്ത ദിവസത്തെ പ്രഭാതത്തിൽ അവിടെ വെള്ള പുതച്ചു, വൈകുന്നേരമായപ്പോഴേക്ക് പച്ച പുതച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മിൽ നിന്ന് ഈ അടുത്തായി വഫാത്തായി പോയ ബഹുമാനപ്പെട്ട ഖുറാത്തങ്ങളുടെ മക്ബറയുടെ വിവിധതരം ഫോട്ടോകൾ എടുത്തുകൊണ്ട് വഹാബികൾ കള്ളപ്രചരണം നടത്തുകയാണ്. മാത്രമല്ല, അപ്പുറത്ത് വെക്കുന്ന ഫോട്ടോ ഏതാണെന്ന് വെച്ചാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇന്നത്തെ മദീനയിലുള്ള സാഹചര്യത്തിന്റെ ഒരു ഫോട്ടോ വെച്ചുകൊണ്ട് പറയുന്നത് 1400 വർഷമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ സഹാബാക്കളായ ഔലിയാക്കളുള്ള മദീനയിൽ ഒരു മാറ്റം പോലും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നതാണ് ഈ വിഷയത്തിലൂടെ സമർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി ഞാൻ മനസ്സിലാക്കേണ്ടത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മദീന മുനവ്വറയിലെ ജന്നത്തുൽ ബഖയിൽ ഇന്ന് കാണുന്ന രീതിയിലായിരുന്നോ ഉണ്ടായിരുന്നത് എന്നതിന്റെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. അതിലേക്ക് നമുക്ക് കടക്കാം. നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബും ഫി മൻസിലിൽ വഹി എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്, വഖുബൂറുൽ മുഅല്ലാത്തി മുസവ്വാത്തും ബിൽ അർളിൽ യൗമി. ഇന്ന് കാണുന്ന രീതിയിൽ പരിശുദ്ധ മക്കയിലുള്ള ജന്നത്തുൽ മുഅല്ലയിലുള്ള ഭൂമിയോട് സമമായിട്ടുള്ള ഖബറുകളാകുന്നത് വഹിയ ലം തകുൻ കദാലിക, അത് അപ്രകാരമായിരുന്നില്ല ഉണ്ടായിരുന്നത്. എപ്പോൾ? ഖബല അയ്യദ്ഖുലൽ വഹാബിയൂനൽ ഹിജാസ, ഹിജാസിലേക്ക് പരിശുദ്ധ മക്കയിലേക്ക് മദീനയിലേക്ക് ഈ വഹാബികൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ഭൂമിയോട് സമമായിട്ടായിരുന്നില്ല ഖബറുകൾ ഉണ്ടായിരുന്നത്. പിന്നെങ്ങനെയാണ്? വലിയേതാണ് ഖബർ ഏതാണ് എന്ന് വേർതിരിച്ച് അറിയുന്ന ഒരു ചെരിവ് ഉണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബും ഫി മൻസിലിൽ വഹിയിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുകയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ഹസൻ അൽ ഹുസൈനി അൽ ഹിജാസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സിദ്ഖുൽ ഖബർ ഫി ഖവാരിജി അൽ ഖർനി അസ്സാനി അശർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്, ഒരു ദിവസം വഹാബികളെ മക്കയിൽ ഉണ്ടായിരുന്ന മുഫ്തിയോട് കൽപ്പിക്കപ്പെടുകയാണ്, ബി അയ്യുഫ്ഹിമൻ നാസ് ലികൈ യദ്ഹബു സ്വബാഹൻ, അതിരാവിലെ ജനങ്ങളെല്ലാവരും പുറപ്പെടണം. എന്തിനു വേണ്ടി പോകണം? ലി ഹദ്മിൽ കുബാബി, കുബ്ബകളെ തകർക്കാൻ വേണ്ടി. മാത്രമല്ല, മൂന്നാമത്തെ ലൈനിലൂടെ കാണാൻ സാധിക്കും, ലഹബൽ വഹാബിയൂന, വഹാബികൾ പോയി, വാജിബറു കസീറൻ മിനൻ നാസി, ജനങ്ങളിൽ നിന്നുള്ള അധികം ആളുകളെയും നിർബന്ധിപ്പിച്ചു, അലാ മുസാഅദതിഹിം, ഈ വഹാബികളെ സഹായിക്കുന്നതിന്റെ മേലിൽ, വമഅഹുമുർ റുഫൂശു വൽ ഫുഊസു, അവരുടെ കൂടെ കോടാലികളും പിക്കാസുകളും ഉണ്ടായിരുന്നു. മാത്രമല്ല, ഫഹദമു ജമീഅ മാ ഫിൽ മുഅല്ല, ജന്നത്തുൽ മുഅല്ലയിലുള്ള പരിശുദ്ധ മക്കയിലെ ജന്നത്തുൽ മുഅല്ലയിൽ ഉണ്ടായിരുന്ന സ്വാലിഹീങ്ങളുടെ എല്ലാ ആസാറുകളെയും ഈ വഹാബികൾ തകർത്ത് കളഞ്ഞു, തരിപ്പണമാക്കി. മാത്രമല്ല, ശേഷം പറയുന്നു, സുമ്മ ഹദമു ഖുബ്ബത മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സ്ഥലത്തുണ്ടായിരുന്ന കുബ്ബയെയും ഈ വഹാബികൾ തകർത്ത് കളഞ്ഞു. മാത്രമല്ല, ശേഷം പറയുന്നുണ്ട്, സുമ്മ ഖുബ്ബത മൗലിദി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ജനിച്ച സ്ഥലത്തുണ്ടായിരുന്ന കുബ്ബയെയും ഈ വഹാബികൾ തകർത്ത് കളഞ്ഞു. ശേഷം പറയുന്നുണ്ട്, അലി റളിയല്ലാഹു അൻഹുവിന്റെ ജനിച്ച സ്ഥലത്തുണ്ടായിരുന്ന കുബ്ബയെയും ഈ വഹാബികൾ തകർത്ത് കളഞ്ഞു. ശേഷം പറയുന്നുണ്ട്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായിരുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ മുകളിൽ ഉണ്ടായിരുന്ന കുബ്ബയെയും ഈ വഹാബികൾ തകർത്ത് കളഞ്ഞു എന്ന് ബഹുമാനപ്പെട്ട ഇമാം അബ്ദുല്ലാഹി ഇബ്നു ഹസൻ അൽ ഹിജാസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുന്നതായി കാണാൻ സാധിക്കും. അതേ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നു, സ്വാലിഹീങ്ങളുടെ ആസാറുകളുള്ള എല്ലാ സ്ഥലങ്ങളെയും വഹാബികൾ പിന്തുടർന്നു. മാത്രമല്ല, അവർ ഈ ഖബറുകളെ, ഈ പരിശുദ്ധമാക്കപ്പെട്ട സ്വാലിഹീങ്ങളുടെ ഖബറിനെ നശിപ്പിക്കുന്ന സമയത്ത്, തകർക്കുന്ന സമയത്ത് പാട്ട് പാടിക്കൊണ്ട്, എന്താണ് പാട്ട്? ഖബറിലുള്ളവരെ ആക്ഷേപിച്ചുകൊണ്ടുള്ള പാട്ട് പാടുക, അതുപോലെ തന്നെ ചെണ്ടകൾ കൊട്ടിക്കൊണ്ട് ആഘോഷിച്ചുകൊണ്ടാണ് പരിശുദ്ധമാക്കപ്പെട്ട സ്വാലിഹീങ്ങളുടെ ഖബറുകളെ ഈ വഹാബികൾ തകർത്ത് കളഞ്ഞത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുന്നു. മാത്രമല്ല, ശേഷം പറയുന്നു, 3 ദിവസം കഴിയുന്നതിന് മുമ്പ് ആസാരിൽ മുബാറക്കത്തി, ആ പരിശുദ്ധമാക്കപ്പെട്ട ബറക്കത്താക്കപ്പെട്ട എല്ലാ ആസാറുകളെയും വഹാബികൾ നശിപ്പിച്ചു കളഞ്ഞു. വലം യത്രുകൂ മിൻഹാ ശൈഅ, അതിൽ നിന്നുള്ള ഒന്നിനെ പോലും വഹാബികൾ
ഉപേക്ഷിച്ചിട്ടില്ല, ഒഴിവാക്കിയിട്ടില്ല, എല്ലാത്തിനെയും തകർത്ത് കളഞ്ഞു എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഹസൻ അൽ ഹുസൈനി ഹൈക്കൽ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുകയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മക്കയിലെയും മദീനയിലെയും നീണ്ടകാല മുഫ്തിയായിരുന്ന 4 മദ്ഹബിലും അഗാധ പാണ്ഡിത്യമുള്ള ഇമാം അഹ്മദ് സൈനി ദഹ്ലാൻ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുന്നു, വഹദമുൽ കുബബല്ലതി അലാ ഖുബൂരിൽ ഔലിയായി, ഔലിയാക്കളുടെ ഖബറിന്റെ മുകളിൽ ഉണ്ടായിരുന്ന കുബ്ബകളെയും വഹാബികൾ തകർത്ത് കളഞ്ഞു എന്ന് ബഹുമാനപ്പെട്ട അഹ്മദ് സൈനി ദഹ്ലാൻ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഫിത്നത്തുൽ വഹാബിയ എന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് കുബ്ബകളും ജാറങ്ങളും ഉണ്ടായിരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവുകളിലേക്ക് കടക്കാം. ഷാഫി മദ്ഹബിലെ 2ാം ഷാഫി എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഇമാമുൻ നവവി തങ്ങൾ അദ്ദേഹത്തിന്റെ തഹ്ദീബുൽ അസ്മായി വൽ ലുഗാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 1ാം വാള്യം 463 പേജിൽ പഠിപ്പിക്കുകയാണ്, തൂഫിയ ഉഖൈൽ ഇബ്നു അബി ത്വാലിബിൻ അസ്സഹാബി റളിയല്ലാഹു അൻഹു ഫീ ഖിലാഫത്തി മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവനായ രീതിയിൽ ബഹുമാനപ്പെട്ട ഉഖൈൽ റളിയല്ലാഹു അൻഹു വഫാത്തായി. മാത്രമല്ല വദുഫിന ബിൽ ബഖീ, ജന്നത്തുൽ ബഖീൽ ബഹുമാനപ്പെട്ടവരെ മറവ് ചെയ്യപ്പെട്ടു. വഖബ്റുഹു മശ്ഹൂർ, ബഹുമാനപ്പെട്ടവരുടെ ഖബർ വളരെ പ്രസിദ്ധമാണ്. അലൈഹി ഖുബ്ബത്തുൻ ഫി അവ്വലിൽ ബഖീ, പരിശുദ്ധമാക്കപ്പെട്ട മദീനയിലുള്ള ജന്നത്തുൽ ബഖീന്റെ ആദ്യ സ്ഥലങ്ങളിൽ ബഹുമാനപ്പെട്ടവരുടെ ഖബറിന്റെ മുകളിൽ കുബ്ബയുണ്ടായിരുന്നു എന്ന് 2ാം ഷാഫിയായ ഇമാമുൻ നവവി തങ്ങൾ അദ്ദേഹത്തിന്റെ തഹ്ദീബുൽ അസ്മായി വൽ ലുഗാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ തന്നെ അദ്ദേഹത്തിന്റെ തഹ്ദീബുൽ അസ്മായി വൽ ലുഗാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 1ാം വാള്യം 130 പേജിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുകയാണ്, വദുഫിന ഇബ്രാഹിം ഇബ്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ ബഖീ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ജന്നത്തുൽ ബഖീലാണ് മറവ് ചെയ്യപ്പെട്ടത്. വഖബ്റുഹു മശ്ഹൂറുൻ, ബഹുമാനപ്പെട്ടവരുടെ ഖബർ വളരെ പ്രസിദ്ധമാണ്. അലൈഹി ഖുബ്ബത്തുൻ, നബി തങ്ങളുടെ പ്രിയപ്പെട്ട മകനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മുകളിൽ കുബ്ബയുണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാമുൻ നവവി തങ്ങൾ അദ്ദേഹത്തിന്റെ തഹ്ദീബുൽ അസ്മായി വൽ ലുഗാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുകയാണ്. അതേ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, വദുഫിന മാലിക്കുൻ റളിയല്ലാഹു അൻഹു ബിൽ ബഖീ, ജന്നത്തുൽ ബഖീലാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വഫാത്തായത്. മാത്രമല്ല വഖബ്റുഹു ബി ബാബിൽ ബഖീ, ജന്നത്തുൽ ബഖീലുള്ള കവാടത്തിന്റെ അടുത്താണ് ബഹുമാനപ്പെട്ടവരുടെ ഖബർ. വഅലൈഹി ഖുബ്ബത്തുൻ, ആ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മുകളിലും കുബ്ബയുണ്ടായിരുന്നു എന്ന് 2ാം വാള്യം 93 പേജിൽ ബഹുമാനപ്പെട്ട ഇമാമുൻ നവവി തങ്ങൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട എളാപ്പയും സയ്യിദു ശുഹദാവുമായ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വിവരിക്കുന്നിടത്ത് ബഹുമാനപ്പെട്ട അല്ലാമ സമഊദി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വഫാഉൽ വഫാ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 3ാം വാള്യം 921 പേജിൽ പറയുകയാണ്, വ അലൈഹി മശ്ഹദു സയ്യിദി ശുഹദായ ഹംസത്തു റളിയല്ലാഹു അൻഹു ഖുബ്ബത്തുൻ ആലിയത്തുൻ മുത്ഖനത്തുൻ ഹസനത്തുൻ, ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മുകളിൽ ഭംഗിയുള്ളതും ഉറപ്പുള്ളതും ഉയർന്നതുമായ ഒരു കുബ്ബയുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അല്ലാമ സമഊദി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ഇമാമിങ്ങളുടെ ഈ തെളിവുകളിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബാക്കളുടെ ഖബറുകൾ ഇന്ന് കാണുന്ന രീതിയിൽ ഭൂമിയോട് സമമായിട്ടല്ല ഉണ്ടായിരുന്നത്, മറിച്ച് അവിടെ പരിശുദ്ധമാക്കപ്പെട്ട കുബ്ബകളും ജാറങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ വഹാബികൾ തകർത്ത് കളഞ്ഞതാണെന്ന് വ്യക്തമായി ഇതിലൂടെ മനസ്സിലായിട്ടുണ്ടാകും. അല്ലാഹു തആല സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.